ഹലോ, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മോര് കാച്ചിയതാണ്. എങ്ങനെയാണ് ഈ മോര് കാച്ചിയത് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മോര് കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് 1 ലിറ്റർ മോര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്തതാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി മിക്സിയിൽ അടിച്ചതിൻ്റെ പാലെടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ചെറിയ തേങ്ങയുള്ളെങ്കിൽ ഒരു തേങ്ങ എടുക്കാം. അതിനുശേഷം നമുക്ക് 8 ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു 15 അല്ലി വെളുത്തുള്ളി ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഒരു 5 പച്ചമുളക് നടുകെ കീറിയെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഉലുവ, കടുക്, വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഈ മോരുകറി വെക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നല്ലോണം ചൂടായി വന്നു. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ മോര് കാച്ചിയതിൻ്റെ ടേസ്റ്റും മാറും. അതുകൊണ്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കാവുന്നതാണ്. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകും നല്ലോണം പൊട്ടി വന്നു. ഇനി നമുക്ക് അടുത്തത് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവയെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മളുടെ മോര് കാച്ചിയതിന് ടേസ്റ്റ് മാറും. ഇതൊരു ലൈറ്റ് ഗോൾഡ് കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി ഒന്ന് മൂപ്പിക്കുക. കരിഞ്ഞു പോവരുത്. നല്ലോണം ഇളക്കി മൂത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കാം. മൂത്ത് പോവരുത് ഒരുപാട്. ഇപ്പം നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കാം. അതൊന്ന് നല്ലോണം ചൂടായി വരാൻ വേണ്ടി
പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാപ്പാൽ തിളയ്ക്കാനായിട്ട് സമ്മതിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പം മോര് കാച്ചിയത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ട് ചൂടായി വന്നു തുടങ്ങി. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു പത പോലെ ഇങ്ങനെ തിളച്ച് പൊന്തുന്ന ആ ഒരു പാകത്തിലാണ് നമ്മൾ അടുത്ത മോര് നമുക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ തിള പൊട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ മോര് ചേർത്ത് കൊടുക്കാം. ഇനി മോര് നല്ലോണം ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ തിളച്ച് മറിയാനായിട്ട് സമ്മതിക്കരുത്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ മോര് കാച്ചിയത് ഓഫ് ചെയ്യും. പ്രത്യേകം ഈ മോര് കാച്ചിയത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബീഫിൻ്റെ കൂടെയോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മോര് കാച്ചിയതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് എന്നെ എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് ഇത്തിരി കുറവായ കാരണം ഞാൻ കുറച്ചിട്ട് കൊടുത്തു. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നല്ലോണം ചൂടായി തുടങ്ങിയിട്ടോ മോര് കാച്ചിയത്. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഒന്ന് പതഞ്ഞ് പൊന്തണം. അപ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ട ഒരു പാകം. ഇപ്പം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറുതായിട്ട് പതഞ്ഞ് പൊങ്ങുന്നുണ്ട്. ആ പതഞ്ഞ് പൊങ്ങുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കുറച്ച് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ കണ്ടോ നല്ലോണം പതയുന്നത്. ആ പതഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മോര് കാച്ചിയത് ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് നേരം വെക്കാം. ആ ചൂട് കൊണ്ടിരിക്കുമ്പോൾ അതൊന്നുകൂടെ സെറ്റാവുമ്പോൾ നല്ല ടേസ്റ്റാവും. അത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതൊരു 3 ദിവസമൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. നാശമായി പോകില്ല. 3-4 ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ മോര് കാച്ചിയത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ് ഈ മോര് കാച്ചിയതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.